ഡോക്ടർ അലീസ് മൈൻഡ് വെൽനസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് സർ അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ ഇത് ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും ടോക്സിക് റിലേഷൻ എന്ന് പറയുന്നത് കാരണം ഒരു ഒരു വ്യക്തിക്ക് അവിടെ സ്വാതന്ത്ര്യമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സുഹൃത്താണെങ്കിലും ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് അവിടെ കടിച്ച് തൂങ്ങി അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് കാരണം അവരെ കുറിച്ച് മാത്രമേ ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ അവരെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അവരെന്ത് വിഷയം വന്നാലും അതൊക്കെ കൂടെയുള്ള സുഹൃത്തിന്റെയോ അല്ലെങ്കിൽ പാർട്ട്ണറിന്റെയോ മേലേക്ക് ഇടും. നീ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ നീ ഇങ്ങനെയാണ്. പിന്നെ അവരുടെ ഇഷ്ടങ്ങളും ഇവര് ഇങ്ങനെ നടക്കാൻ പാടില്ല, അത് അങ്ങനെയാണ്, ഇത് നീ ഇങ്ങനെ ചെയ്താൽ ശരിയല്ല, നീ എന്തിനാ അത് അങ്ങോട്ട് നോക്കി, നീ അങ്ങനെ നോക്കിയോണ്ടല്ലാതെ എനിക്ക് അങ്ങനെയുള്ള വ്യക്തികളെ നമ്മള് എങ്ങനെയാണ് സാർ അവരെ സുഹൃത്തുക്കളായാലും പാർട്ട്ണർ ആയാലും അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ടോക്സിക് റിലേഷനെ കുറിച്ച്. ഇതില് വളരെ എന്ന് വെച്ചാൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പലപ്പോഴും ആളുകള് പിന്നെ മറ്റൊരാളുടെ കമന്റിനോ മറ്റൊരാളുടെ മാത്രം ഇഷ്ടാനുസൃതമായിട്ട് ജീവിക്കാനൊന്നും ആരും ഇഷ്ടമില്ല. അത് കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും. പഴയ കാലത്തൊക്കെ ധാരാളം ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ന്യൂ ജനിലൊന്നും അവർക്ക് അവരുടേതായ കുറേ പ്ലാൻസും കാര്യങ്ങളൊക്കെയാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നതൊന്നും ആർക്കും ഇഷ്ടമല്ല. ആ കൺട്രോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിർബന്ധിതാവസ്ഥയിൽ അവരുടെ മനസ്സിൻ്റെ യഥാർത്ഥ ഇതുകൊണ്ടല്ല, താല്പര്യം കൊണ്ടല്ല ചെയ്യുന്നത്. പക്ഷേ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നിങ്ങൾ എനിക്ക് വഴങ്ങി തരികയാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ബൈ മിസ്റ്റേക്സ് മനസ്സില്ലാ മനസ്സോടെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ വരാൻ ചാൻസസ് കൂടുതലാണ്. അത് വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഉടനെ പറയും അത് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, എനിക്കത് ആദ്യം താല്പര്യമില്ല എന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്തിട്ട് ഒഴിവാക്കും. മറ്റുള്ള മേത്തേക്ക് കുറ്റം ചാർത്തി. എൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ പ്രശ്നം വെച്ചാൽ എനിക്ക് സ്വല്പം താല്പര്യമില്ല. അപ്പം എന്നോട് നിങ്ങളിന്ന് ഈ ഷർട്ട് ഇടരുത് എന്ന് പറഞ്ഞു. ഞാൻ ഷർട്ട് ഇട്ടു. അപ്പോൾ ആ ഷർട്ട് ഇട്ടതിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ അഗെയിൻസ്റ്റാണ്. പക്ഷെ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവാണ്. പിന്നെ ആരെങ്കിലും വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം പറയുമ്പോൾ ഞാൻ അപ്പോഴേ ഇങ്ങോട്ട് പറഞ്ഞതല്ലേ ആ ഷർട്ട് ഇടണ്ടാന്ന്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം എന്തായി മനസ്സിലായി, ഞാൻ പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾക്ക് പ്രശ്നമില്ലാത്തതുള്ളൂ. ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയും. അപ്പോൾ അത് കോയിൻസിഡൻസ് ആയിട്ട് വന്ന ഇൻസിഡൻസ് എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ നിങ്ങൾ ആ ചാൻസ് മേൽ യൂട്ടിലൈസ് ചെയ്യും. കാരണം നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടമില്ല, ഞാൻ അതിന് വിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. നമ്മൾ താല്പര്യത്തോട് കൂടിയിട്ട് തന്നെ ആയിരിക്കണം ഏതൊരു കാര്യം ഡിസിഷൻ എടുക്കണമെന്ന് ചെയ്യുന്നതും ഒക്കെ. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മനസ്സിലാവുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അതൊരു കുറ്റം മറ്റൊരാളെ മേലിൽ ബ്ലെയിം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് രക്ഷപ്പെടുത്താനുള്ള ഒരു എസ്കേപ്പിസം, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തൽക്കാലം അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മാർഗം എന്നല്ലാതെ അത് ഇവിടെ ജീവിക്കുന്നവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. കംഫർട്ടാണ് ഭയങ്കര ഇത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കണം പോകേണ്ടത്. എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും എനി തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ്ങിലല്ലാതെ നിങ്ങളെ അറിയിക്കാതെ നിങ്ങൾക്ക് റോങ് കമ്മിറ്റ്മെൻറ്റ് തന്നിട്ട് നമ്മൾ വേറൊരു ആക്ടിലേക്ക് എത്തുമ്പോൾ ഡെഫിനറ്റ്ലി കുറച്ചെങ്കിലും കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ചീറ്റ് ചെയ്തു, പറ്റിച്ചു എന്നൊക്കെ തോന്നും. അതേസമയം നമ്മൾ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് ഇല്ലാതിരിക്കാൻ പറ്റും. നമ്മൾ അതിനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പ്ലാനുകൾ ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തരത്തിൽ നിങ്ങൾക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പം മ്യൂച്വലി സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് തന്നെ ആയിരിക്കണം എന്തൊരു കാര്യത്തിലേക്കും ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും പോകേണ്ടത്. ആരുടെ നിർബന്ധത്തിനോ മറ്റോ വഴങ്ങരുത്. അപ്പം നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഞാൻ നിങ്ങളെ പഴിയാരും, നിങ്ങൾ എന്നെ പഴിയാരും, അയാളെ സ്വഭാവം ശരിയല്ല എന്ന് നിങ്ങൾ എന്നെ പറയും, ഞാൻ നിങ്ങളെ പറ്റിയിട്ടും കുറേ പറയും. ഇതിങ്ങനെ പറയുമ്പോൾ നാട്ടുകാർക്കും മറ്റുള്ളവർക്കും കണ്ടു ചിരിക്കാനുള്ള അവസരമായി, അല്ലെങ്കിൽ നമ്മൾ വേറൊരു തലത്തിലേക്ക് എത്തുക എന്നല്ലാതെ അതിനോട് വേറൊരു ബെനിഫിറ്റ് ഒന്നും നമുക്ക് കിട്ടാനില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. നമ്മൾ തന്നെ നമ്മളെ ബുദ്ധി ദൈവം തന്നിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ചിന്തിച്ചിട്ട് ശരി ഏതെന്നും തെറ്റേതെന്നും സ്വയം ചിന്തിക്കുക. നിങ്ങൾക്ക് അതിലൊരു മനസാക്ഷി കുത്തില്ലെങ്കിൽ ഗോ ഹെഡ്. നമ്മള് സാറ് പറയുന്ന മാതിരി യാതൊരു തരത്തിലും പണ്ടുള്ള ആളുകളൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തു പോകും. ഇനിയുള്ള ഒരു തലമുറ അങ്ങനെ മറ്റൊരു വ്യക്തിയുടെ എന്താ പറയാ സ്വയം ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു തലമുറയല്ല. അപ്പോൾ ആ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ ഒക്കെ പറയുന്നത് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ഉള്ളൊരു തലമുറയല്ല ഇനി മാത്രമല്ല എനിക്ക് ചിലപ്പോൾ എൻ്റെ താല്പര്യമാവില്ല നിങ്ങളെ താല്പര്യം. അതെ. അപ്പോൾ നിങ്ങളിൽ അടിച്ചേൽപ്പിച്ചിട്ട് നിങ്ങളിപ്പോൾ ഒരു ഡ്രസ്സിങ്സിലൊക്കെ കുറച്ചൊരു ഫാഷനായിട്ടും ഫോർവേഡായിട്ട് നടക്കുന്ന ആൾ, ഞാൻ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾ വരുമ്പോൾ നിങ്ങളിൽ ഞാൻ പെട്ടെന്ന് അങ്ങനത്തെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വേഷങ്ങളൊക്കെ പറയുമ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അതേസമയം നിങ്ങളെ പതുക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കി വൈ ഐ ആം ഇൻട്രസ്റ്റഡ്, വൈ ഐ ആം ഇൻസിസ്റ്റിംഗ് നിങ്ങളോട് ആ ഡ്രസ്സ് ഇടണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ രശ്മിയെ ബോധ്യപ്പെടുത്തി തരുമ്പോൾ രശ്മിക്കും അത് കുറച്ചെങ്കിലും ബോധ്യപ്പെട്ടിട്ട് നിങ്ങളിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. അല്ലാതെ ഞാൻ ഫോഴ്സ്ഫുള്ളി ചെയ്യുമ്പോൾ ഞാൻ ഏതായാലും കല്യാണം കഴിച്ച് കുടുങ്ങിപ്പോയി, ഈ ചങ്ങായി ഇനിയിപ്പോൾ എൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്യണമെന്ന് വെച്ചിട്ട് നിങ്ങൾ നിർബന്ധം സ്പോട്ടില്
ഡിവോഴ്സിന് ഫയൽ ചെയ്യും. അതെ. പിന്നെ പുതിയ ഇനി അങ്ങനെ ഉണ്ടാവും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫുൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പൊ ഈ റിലീജിയൻ വരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വമേധയാ മാറുന്ന ആൾക്കാരുണ്ട്. കുറെ ഹിന്ദു മുസ്ലിം ആവണു, മുസ്ലിം ഹിന്ദു ആവണു, ക്രിസ്ത്യൻ ആവണു, അങ്ങനെയൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ അവരുടെ പഠനങ്ങളും അവരുടെ സുഹൃത്തുക്കളും കൂടെ നിൽക്കുന്നവരും അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്, അല്ലാത്ത വേറെ തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാതെ മനസ്സിലാക്കി വരുന്നവർക്ക് ചിലപ്പോൾ ബോൺ ആ റിലീജിയനിൽ ജനിച്ചൊരു, ഇപ്പോൾ ഒരു ബോൺ ഹിന്ദു അല്ലെങ്കിൽ ബോൺ മുസ്ലിം ആയിട്ട് വന്നതിനെക്കാട്ടിൽ കൂടുതൽ അറിവുണ്ടാവും. കാരണം എന്താ, അവർ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ റിലീജിയനിലേക്ക് മാറുകയാണ്, ഞാൻ വേറെ റിലീജിയനിലേക്ക് മാറുകയാണ് വെച്ചെങ്കിൽ ഞാൻ അതിൻ്റെ അട്രാക്ഷൻ എൻ്റെ റൂംമേറ്റ്സിലൂടെ ആരിലൂടെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. ഞാൻ കുറച്ചുകൂടി കൂടുതൽ ബുക്സൊക്കെ റീഡ് ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളെ പേരിന് നിങ്ങളൊരു ആ ഒരു റിലീജിയനിൽ വിശ്വസിക്കുന്ന ആളാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ലിംഗാണ് കൂടുതൽ നോളജ് ചിലപ്പോൾ എനിക്ക് ഉണ്ടാവും. അതെ. നമുക്കൊരു പടി അപ്പോൾ മനസ്സിലാക്കിയിട്ട് പോകുന്നത് വേറെ തന്നെയാണ്. അല്ലാതെ നമ്മൾ ഫോഴ്സിനോ ആരുടെ നിർബന്ധത്തിനോ എന്തെങ്കിലും സാധിക്കാൻ വേണ്ടിയിട്ടോ ആവുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഡെപ്തിൽ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഒരു ഷെയ്ക്കിംഗ് ഇല്ല, ഞാൻ വിശ്വസിച്ചു, ഞാൻ അതിൽ ഉറപ്പാണ്, ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ അതിൽ ഫുള്ളി കംഫർട്ടബിൾ ആണ്. ഇനി എന്താ ഇതിൽ ചോദിക്കാൻ, വേറെ ആർക്കും പറയാനൊന്നുമില്ലേ ഇതിൽ. തീർച്ചയായിട്ടും. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ ഇനിയും ചോദ്യങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.